എറണാകുളത്ത് വെള്ളം ചോദിച്ചെത്തിയ വധുയുടെ മാല പൊട്ടിച്ചു കടന്നുകളഞ്ഞ പ്രതി പിടിയിലായി. കിടങ്ങൂർ ഗാന്ധി കവലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മനുവിനെയാണ് പോലീസ് പിടികൂടിയത്. വയതിയുടെ 1.5 പവന്റെ മാലയാണ് പ്രതി കവർന്നത്. മാല വിറ്റ പണം കൊണ്ട് പ്രതി ആർഭാട ജീവിതം നയിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. എസ് ശരൺ വിവരങ്ങളുമായി. ശരൺ, ഈ മാല വിൽക്കുകയും ചെയ്തു, നന്നായി ജീവിക്കുകയുമായിരുന്നു. ഇയാൾ എപ്പോഴാണ് ഈ മാല പൊട്ടിച്ച് ഓടിയിരുന്നത്? സ്മൃതി, തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം നടക്കുന്നത്. ഈ പ്രതി, അതായത് പുളിയനം ഹൈസ്കൂളിന് സമീപത്ത് താമസിക്കുന്ന വൃദ്ധയുടെ മാലയാണ് ഇയാൾ കവർന്നത്. ഇയാൾ ബൈക്കിലാണ്, ഹെൽമെറ്റ് ധരിച്ച് ബൈക്കിലാണ് വീട്ടിലേക്ക് എത്തിയിരുന്നത്. അതിനുശേഷം വീട്ടുമുറ്റത്തേക്ക് വരികയും അവിടെ ഉണ്ടായിരുന്ന വൃദ്ധയോട് വെള്ളം ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ വെള്ളം എടുക്കാനായി വൃദ്ധ തിരിഞ്ഞ് നടക്കുമ്പോഴാണ് ഇയാൾ കഴുത്തിലുണ്ടായിരുന്ന 1.5 പവന്റെ മാല കവർന്നുകൊണ്ട് അവിടുന്ന് കടന്നു കളയുകയും ചെയ്തിരുന്നത്. പിന്നീട് ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞത്. പ്രധാനമായും ഈ മോഷ്ടിച്ച മാല ഇയാൾ കാലടിയിലെ ഒരു ജ്വല്ലറിയിലാണ് വിറ്റത്. അതിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് ഇയാൾ ബൈക്ക് വാങ്ങുകയായിരുന്നു. അങ്ങനെ ആർഭാട ജീവിതം നയിച്ചു വരികയായിരുന്നു എന്നുള്ളതാണ് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഇയാളെ ഇപ്പോൾ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തി ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിനു മുൻപും സമാനമായ വിധത്തിൽ ആ പ്രദേശത്ത് മോഷണം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അടക്കമാണ് പോലീസ് പരിശോധിച്ചു വരുന്നത്. ശരി, എസ് ശരണാണ് വിവരങ്ങൾ നൽകിയത്.